പുറത്തിറങ്ങിയിട്ടും മറ്റുള്ളവരെ കുറ്റം പറഞ്ഞ് നടക്കുന്ന മത്സരാർത്ഥികൾ ആരൊക്കെ നോക്കാം. കൂടുതൽ ചാനലിലേക്ക് ഷെയർ ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക. അപ്പോൾ നമുക്ക് അവിടെ കാര്യത്തിലേക്ക് ഇറക്കാം. ഇപ്പോഴും പുറത്തിറങ്ങിയിട്ട് മറ്റുള്ള ആളുകളെ കുറ്റം പറയുന്ന മത്സരാർത്ഥികൾ ആരൊക്കെ നോക്കാം. അക്ബർ കഴിഞ്ഞ ദിവസം അനുമോള് ഫേക്കായിരുന്നെന്നും അനുമോൾക്ക് കപ്പ് കിട്ടാൻ ഒട്ടും യോഗ്യതയില്ലെന്നും അക്ബർ പറയുന്നുണ്ട്. എന്തിനാണ് നമ്മൾ പുറത്തിറങ്ങിയ ശേഷം എന്തിനാണ് അതും ഇതും പറഞ്ഞു നടക്കുന്നത്? പിന്നെ RJ ബിൻസി മസ്താനി അനുമോളെ ഇപ്പോഴും കുറ്റം പറഞ്ഞു നടക്കുന്നുണ്ട്. പലപ്പോഴായി പല സമയങ്ങളിലും ഇവരെ രണ്ടുപേരെയും കുറ്റം പറഞ്ഞ് ഈ RJ ബിൻസി നടക്കണം. RJ ബിൻസി ഒരു കാര്യം മനസ്സിലായി, RJ ബിൻസി അവിടെ എന്താ ചെയ്തെന്ന് ഒന്ന് പറയണം. എന്നിട്ട് RJ ബിൻസി മറ്റുള്ളവരെ കളിയാക്കുക. പിന്നെ അതുപോലെ തന്നെ ബിന്നി തരം കിട്ടുമ്പോഴൊക്കെ ഇപ്പോഴും അനുമോളെ കുറ്റം പറഞ്ഞു നടക്കുന്നത്. ബിന്നി അവിടെ ഭയങ്കരമായിട്ട് ഗെയിം കളിച്ചെന്നാണ് ബിന്നി പറയുന്നത്. ബിന്നി കുത്തിത്തിരിപ്പല്ലാതെ വേറെ ഒന്നും കാണിച്ചിട്ടില്ല. ഇപ്പോഴും അനുമോളെ കുറ്റം പറഞ്ഞു നടക്കുന്ന മത്സരാർത്ഥിയാണ് ബിന്നി. എന്തിനോ തിളയ്ക്കുന്ന സാമ്പാർ പോലെയാണ് ബിന്നിയുടെ ഇത്. വെറുതെ ഓരോ വിവാദങ്ങളിൽ ചെന്ന് ചാടുകയും അത് ബിന്നിയുടെ ഭർത്താവ് ന്യായീകരിച്ച് വേറൊരു വീഡിയോ ചെയ്യുകയും ഒക്കെ ചെയ്യുന്നതാണ്. അതുപോലെ തന്നെ റെന ഫാത്തിമ ഇപ്പോഴും അനുമോളെ കുറ്റം പറഞ്ഞു നടക്കുന്നത്. റെന ഫാത്തിമ ബിഗ് ബോസ് തീർന്നു, അതവിടെ കഴിഞ്ഞു, അവരവരുടെ ഇതുമായിട്ട് അവർ ജീവിക്കുന്നു. പിന്നെ എന്തിനാണ് ഇവർ പല കാര്യങ്ങളും കുറ്റം പറഞ്ഞു നടക്കുന്നത്? അതുപോലെ തന്നെ കുറ്റം പറഞ്ഞു നടക്കുന്ന മത്സരാർത്ഥിയാണ് ഷാരികയ്ക്ക് ഇപ്പോഴും അസൂയയും കുശുമ്പും എല്ലാം ഉണ്ട്, പ്രത്യേകിച്ച് അനുമോളൊക്കെ പഠിച്ചത്. ഈ എന്തിനാണ് ഇങ്ങനെ നിങ്ങൾ ഈ കുറ്റം പറഞ്ഞ് ഇതൊക്കെ നടക്കുന്നത്? ആ വ്യക്തി കപ്പടിച്ചു, ആ വ്യക്തി വീട്ടിൽ പോയി, അതിനുശേഷം വീണ്ടും ആ വ്യക്തിയുടെ കുറ്റവും പറഞ്ഞ് ഇങ്ങനെ നടക്കുന്നത് ശരിയാണോ? ഒരാൾ ജയിച്ചു എന്നും പറഞ്ഞ് നമുക്ക് അവരുടെ ദേഷ്യം ഉണ്ടായിരിക്കാം. പക്ഷെ അത് മീഡിയയുടെ മുന്നിൽ ഇങ്ങനെ ഇപ്പോഴും വിളിച്ചു പറഞ്ഞുകൊണ്ടിരുന്നതാണ്. നിങ്ങളവിടെ കുറ്റക്കാരാകുള്ളൂ, മറ്റവരും മിണ്ടായിരിക്കും. ഇപ്പം അനുമോളൊന്നും മിണ്ടുന്നില്ല. അപ്പം നിങ്ങളാണ് അവിടെ കുറ്റക്കാരാകുന്നത്. അത് മനസ്സിലാക്കാതെ ഈ മണ്ടത്തരമൊക്കെ വിളിച്ചു പറയുമ്പോൾ അത് ജനങ്ങളിലേക്ക് എത്തും. അല്ല, ജനങ്ങൾ എന്താണ് നമ്മളെക്കുറിച്ച് വിചാരിക്കുന്നത് എന്നാദ്യം നിങ്ങൾ മനസ്സിലാക്കണം. ഇപ്പോഴും ഈ മത്സരാർത്ഥികളെല്ലാം തരം കിട്ടുമ്പോഴൊക്കെ അനുമോളെ കുറ്റം പറഞ്ഞ് നടക്കുന്നതാണ്. ഇപ്പം ഞാൻ പറഞ്ഞു, ജിസേൽ ആര്യനും അനുമോളെക്കുറിച്ച് അധികം കുറ്റം പറയുന്നില്ല. അവർ എല്ലാവരോടും നല്ല രീതിയിൽ അവർ പെരുമാറുന്ന ഒരു കുറ്റങ്ങളൊന്നും പറയാതെ അവർ ചുമ്മാ തമാശയായിട്ട് ജിസേൽ ആര്യൻ, അത് അവരുടെ ഒരു ക്വാളിറ്റി കേട്ടോ, പറയാതിരിക്കാൻ പറ്റത്തില്ല. അവർ ആരും കുറ്റം പറയാതെ ആരോടും ഒരു ഇതുപോലും ചെയ്യാതെ അവർ നടക്കുന്നത് ഭയങ്കരമായിട്ട് അത് നല്ലൊരു കാര്യമാണ്. അത് അവരുടെ ക്വാളിറ്റിയാണ് ഞാൻ പറയുന്നത്. അപ്പോൾ എൻ്റെ കൊച്ചിലൂടെ അവസാനിക്കുന്നത്. നിങ്ങൾ ഇങ്ങനെ കമൻറ്റുകൾ അഭിപ്രായങ്ങൾ രേഖപ്പെടുത്തുക. താങ്ക് യു. ബൈ.